Good morning, my dears. A very good morning. Yes. എല്ലാവരും മിസ്സിന് ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഹൗ ആർ യു ടുഡേ? ഹൗ ആർ യു ടുഡേ? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? യെസ്. ആമിന ബേബി, ആർ യു ഹാപ്പി? മുഹമ്മദ് നസ്മിൽ ഹാപ്പി ആണോ? യെസ്, അതാണ് മിസ്സിന് കേൾക്കേണ്ടത്. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ, സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ. സോ നമ്മൾ ഇന്നലെ എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ? എന്ത് കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഐഷത്ത് പറഞ്ഞേ. ഐഷത്തിന് അറിയാവോ? റിഹാൻ അറിയാവോ? പിന്നെ ആരാ? ഷഹബാസ് ഷാജഹാൻ അറിയാമോ? ഓക്കെ, എല്ലാവർക്കും അറിയാം. എന്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്? ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എ ഹാപ്പി ചൈൽഡ്. അതാണല്ലേ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഹാപ്പി ചൈൽഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ. ഹാപ്പി ചൈൽഡ് കുറച്ച് നേരത്തേക്ക് അവിടെ നിൽക്കട്ടെ. മിസ് ഇന്നലത്തെ വർക്കിൻ്റെ കാര്യം പറയണ്ടേ? ഇന്നലെ എന്തായിരുന്നു നമ്മുടെ വർക്ക്? വാട്ട് വാസ് അവർ വർക്ക് ഫോർ യെസ്റ്റർഡേ? ഇന്നലത്തെ വർക്ക് എന്തായിരുന്നു? എക്സാക്ട്ലി. ഡ്രോ എ ട്രീ, എ ഗ്രീൻ ട്രീ. ഒരു പച്ച കളറിലെ മരം വരയ്ക്കാനായിരുന്നു മിസ് പറഞ്ഞത് അല്ലേ? അപ്പോൾ മിസ് വിചാരിക്കുന്നതിനേക്കാളും കുറേ ബെറ്റർ ആയിട്ട് ആര് വരച്ചിട്ടുണ്ട്? നിങ്ങൾ വരച്ചിട്ടുണ്ട്. ചിലർ പാരൻസ് വരച്ചു കൊടുത്തിട്ട് അതിന് കളറ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ആരുടെ ട്രീ തന്നെയാ? നിങ്ങളുടെ ട്രീ തന്നെ ആണ്. അങ്ങനെ മിസ് കണക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ ട്രീസ് എല്ലാവരും ഭംഗിയായിട്ട് വരച്ചു. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെയും ട്രീസ് കാണാൻ. ചിലർ ട്രീസ് അയച്ചു തന്നു ഗ്രീൻ കളറിലെ ലീഫൊക്കെ വെച്ചിട്ട്, അതിൻ്റെ തടി എന്ത് കളർ? ബ്രൗണും ബ്ലാക്കൊക്കെ കളറാക്കി അയച്ചു തന്നു. വേറെ കുറേ പേര് അതിനകത്ത് ഫ്ലവേഴ്സ് ഉള്ളത്, പിന്നെ ചെടിയിൽ മരത്തിൽ കുറേ ഫ്ലവേഴ്സ് നിൽക്കുന്ന പോലെ വരച്ചു. കുറേ പേര് കുറേ ഫ്രൂട്ട്സ് നിൽക്കുന്നത് പോലെ വരച്ചു. അതൊന്നും മിസ് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ നിങ്ങളിത് എന്ത് ചെയ്തു? നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ വി ക്യാൻ ഗോ ബാക്ക് ടു അവർ ഹാപ്പി ചൈൽഡ്. ഇനി നമുക്ക് നമ്മുടെ ഹാപ്പി ചൈൽഡിലോട്ട് ഒന്നുകൂടെ പോകാം. ഹാപ്പി ചൈൽഡിനെ നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടണ്ടേ? വേണം. യെസ്. അപ്പോൾ ഹാപ്പി ചൈൽഡിനെ കുറിച്ച് കൂടുതലൊക്കെ നമുക്ക് പറയുന്നതിന് മുന്നേ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. ഹാപ്പി ചൈൽഡ് ഇന്നലെ നമ്മൾ പറഞ്ഞ സമയത്ത് എന്തൊക്കെയാണ് അത് ചെയ്തത്? എന്തുകൊണ്ടാണ് അത് ഹാപ്പി ആയിട്ടിരിക്കുന്നത് അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ഹാപ്പി ചൈൽഡ് എന്ന് വിളിക്കുന്നത്, സന്തോഷമുള്ള കുട്ടി എന്ന് വിളിക്കുന്നത്. അത് എന്തൊക്കെയാണ് ചെയ്തത്? അതെന്താ ചെയ്യുക? എപ്പോഴും ഹോൾ ഡേ ലോങ്, ദിവസം മുഴുവൻ എന്താ ചെയ്യുക? ലാഫ് ആൻഡ് പ്ലേ. ലാഫ്, LAUGH. ലാഫ് ആൻഡ് പ്ലേ, PLAY. അത് ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. പ്ലേയുടെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലേ? കളിക്കുക എന്നാണ്. ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. സന്തോഷമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. പിന്നെന്താ പറഞ്ഞത്? പിന്നെ അത് എവിടെ പോയി ആയിരിക്കുന്നത്? ആ കുട്ടി എവിടെ ആയിരിക്കുന്നത്? എല്ലായ്പ്പോഴും ഓഫൺ. എപ്പോഴും എവിടെ പോയി ആയിരിക്കുന്നത്? യെസ്. എവിടെ പോയി ഇരിക്കുന്നത്? അണ്ടർ എ ഗ്രീൻ ട്രീ. ഒരു നല്ല പച്ച മരത്തിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ മരം എന്താ ഈ കുട്ടിക്ക് കൊടുക്കുക? മരം എന്ത് കൊടുക്കും? ഇറ്റ് വിൽ ഗീവ് എ ഷെയ്ഡ്. ഒരു തണല് കൊടുക്കും. ആണല്ലേ? നമ്മൾ പഠിച്ചല്ലേ ഇന്നലെ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നോ നമ്മുടെ പോയം? മിസ് ഇത് ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. എ ഹാപ്പി ചൈൽഡ്. My house is red, a little house, a happy child am I. I laugh and play the whole day long. I hardly ever cry. I have a tree, a green tree, to shade me from the sun. And under it I often sit when all my play is done. Yes, it's a very good poem, very nice poem. And in this poem, we have studied some
ന്യൂ വേർഡ്സ്. നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അത്ര പരിചയമില്ലാത്ത കുറച്ച് വേർഡ്സ് നമ്മുടെ പോയത്തിലുണ്ട്. ഹാപ്പി ചൈൽഡ് എന്നുള്ള പോയത്തിൽ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്രൈ. ക്രൈ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ക്രൈ? ക്രൈ കരയുക. വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാ കരയുന്നത്? ക്രൈ എന്ന് വെച്ചാൽ അപ്പോൾ എന്താ? ക്രൈ, CRY, ക്രൈ. ക്രൈ എന്ന് വെച്ചാൽ എന്താ മക്കളെ? കരയുക എന്നാണ്. എൻ്റെ മക്കൾ എപ്പോഴും കരയാറുണ്ടോ? എല്ലാ ദിവസവും വാശി പിടിച്ച് കരയോ? ഇല്ല. നല്ല കുട്ടികളാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. നമ്മൾ ഹാപ്പി ചിൽഡ്രൻ ആണ് അല്ലേ. നമ്മളെപ്പോഴും എന്തേ ചെയ്യുള്ളൂ? സന്തോഷത്തോടെ ഇരിക്കുക ചെയ്യുക. അപ്പം നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും കരയാറില്ല അല്ലേ. നെക്സ്റ്റ് വേർഡ് ഈസ് ഡേ. ഡേ എന്ന് വെച്ചാൽ എന്താ? ഡേ, DAY, ഡേ. ഡേ എന്ന് വെച്ചാൽ ദിവസം. ദിവസം അറിയില്ലേ മക്കൾക്ക്? ഒരു ദിവസം അല്ലേ, അതാണ് ഡേ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കളറാണ് എന്ത്? റെഡ്. RED, റെഡ്. ഇതിൻ്റെ കളർ എന്താ? റെഡ്, ചുവപ്പ്. ആൻഡ് ദ ലാസ്റ്റ് വേർഡ് ഈസ് സൺ. സൺ ആരാ? സൺ എവിടെയുള്ളേ? താഴെയാണോ മേളിലാണോ? എവിടെയുള്ളേ? മേളിലാണ്. സൺ എന്ന് വെച്ചാൽ സൂര്യൻ. SUN, സൺ. അതാണ് നമ്മുടെ ന്യൂ വേർഡ്സ്, നമ്മുടെ പുതിയ വാക്കുകൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിനി ഉടനെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ പോവുകയാണ്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും കൂടെ കാണാൻ പറ്റും അല്ലേ. ടെക്സ്റ്റിലുള്ള പിക്ചേഴ്സും പിന്നെ വേർഡ്സും എല്ലാം നിങ്ങൾക്കും കൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ന്യൂ വേർഡ്സ് ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞേ? ക്രൈ, ഡേ, റെഡ്, സൺ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും UKG നിന്ന് വന്ന മക്കളാണ് അല്ലേ. LKG UKG ഒക്കെ പഠിച്ചിട്ട് വന്ന കുട്ടികളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ABCD ഒക്കെ എഴുതാൻ അറിയാം അല്ലേ. ABCD ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് ഏത്? ABCD. എവിടം വരെ ഉണ്ട്? Z വരെ ഉണ്ട്. അതെല്ലാവർക്കും എഴുതാൻ അറിയാമല്ലോ. ഇപ്പം ഇനി നിങ്ങൾ വീട്ടിലിരുന്നത് മറന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. കംപ്ലീറ്റ് ആയിട്ടൊന്നും മറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാവരും ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതി മിസ്സിനെ കാണിക്കണം. അത് പാരൻസ് ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഒരാളുടെ പോലും പാരൻസ് എന്ത് ചെയ്യരുത്? എഴുതി കൊടുക്കരുത്. കാരണം നമ്മൾ എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? LKG UKG ആണോ? അല്ല, 1ാം ക്ലാസ്സിലാണല്ലേ. 1ാം ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതണ്ടേ. ആൽഫബറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് തന്നെ എഴുതണം അല്ലേ. അങ്ങനെയല്ലേ റിഹാൻ? അങ്ങനെയാണ്. വെരി ഗുഡ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും എഴുതി മിസ്സിനെ കാണിക്കണം. അത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൂടെ ചെക്ക് ചെയ്യാമല്ലോ. ആൽഫബറ്റ്സ് പഠിക്കണ്ടേ? ആൽഫബറ്റ്സ് പഠിച്ചാലല്ലേ നമുക്ക് ഈ പോയമൊക്കെ വായിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെയാണ്. അതെ, നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളാണല്ലേ. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വർക്ക് എന്താണെന്ന് മിസ് പറഞ്ഞു. റൈറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ഓൾസോ സ്മോൾ ലെറ്റേഴ്സ്. അപ്പോൾ നമുക്കിന്ന് അത്രയും മതിയല്ലേ. അപ്പോൾ ഹാപ്പി ചൈൽഡിനെ പോയി നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു. പിന്നെ നമ്മൾ 4 ന്യൂ വേർഡ്സ് പഠിച്ചു. വാട്ട് ആർ ദേ? ക്രൈ. ക്രൈ എന്ന് വെച്ചാൽ എന്താ? കരയുക. പിന്നെന്താ? സൺ എന്ന് വെച്ചാൽ സൂര്യൻ. റെഡ്, യെസ്, വെരി ഗുഡ്. റെഡ് എന്ന് വെച്ചാൽ എന്താ? ചുവപ്പ്. പിന്നെ എന്തായിരുന്നു? ഒരു വേർഡ് കൂടി ഉണ്ടായിരുന്നല്ലോ. യെസ്, ഡേ. DAY, ഡേ. ഡേ എന്ന് വെച്ചാൽ ദിവസം. ക്ലിയർ അല്ലേ? അപ്പോൾ വർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എല്ലാവരും ചെയ്തിട്ട് മിസ്സിന് കാണിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. യെസ്, എല്ലാവരും താങ്ക് യു പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്കിനി നാളത്തെ ക്ലാസ്സിന് കാണാം കേട്ടോ. എല്ലാ മക്കളും പോയി കളിക്കുക. ഓക്കെ, ടാറ്റാ.